ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനായി തീർന്ന പൗലോസ്. 2 കൊരിന്ത്യർ 12:10 അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞരക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പഴയ നിയമത്തിൽ ലക്ഷോപലക്ഷം ജനത്തെ മുമ്പോട്ട് നടത്തിയ വ്യക്തിയാണ് മോശ. തൻ്റെ ബലഹീനമായിരിക്കുന്ന അവസ്ഥ ദൈവത്തിൻ്റെ മുമ്പാകെ താൻ അവതരിപ്പിക്കുന്നു. തടിച്ച നാവുള്ളവനാണ്, വിക്കനുള്ളവനാണ്. ഈ ബലഹീനനായിരിക്കുന്ന എനിക്ക് ഈ ജനത്തെ പുറപ്പെടുവിക്കുവാൻ ഒരിക്കലും കഴിയത്തില്ല എന്ന് ദൈവത്തോട് താൻ പറയുന്നുണ്ട്. തൻ്റെ ബലഹീനതകളിലേക്ക് നോക്കി മോശയ്ക്ക് ഇതുമാത്രമേ പറയുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെയൊക്കെ ബലഹീനതകളിലേക്ക് നോക്കി നമ്മൾ പറയുന്നത് പോലെ തന്നെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ദൈവഭക്തന്മാരൊക്കെ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ അവർ ബലഹീനത അനുഭവിച്ചുകൊണ്ടിരുന്നു. എങ്കിലും അവർ ദൈവിക ശുശ്രൂഷയിൽ അവർ ക്ഷീണിച്ചു പോയില്ല. ആത്മീയ ബലം പ്രാപിക്കുവാൻ കാരണം ദൈവസാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടും ആ ബലഹീനതയിൽ കൂടെ ദൈവം അവരെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് അവരോട് മനസ്സുണ്ടായിരുന്നു. മനുഷ്യർ പലതും പറഞ്ഞ് നമ്മുടെ ബലഹീനതകളെ പറഞ്ഞു മാറ്റി നിർത്തുമ്പോൾ മാറ്റി നിർത്തിയവനെ മാർവോട് ചേർക്കുന്ന ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നാം പ്രാപിക്കുന്നുവെങ്കിൽ നിശ്ചയമായി ബലഹീനതയിലും ശക്തനായി തീരുവാൻ ദൈവത്താൽ കൃപ പ്രാപിച്ചെടുക്കണമെന്ന് ഈ വചനത്തിൽ കൂടെ ഓർപ്പിക്കുന്നു. പൗലോസ് ഓർപ്പിക്കുകയാണ്, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. തൻ്റെ ജീവിതത്തിൽ ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്നെണ്ണി കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച പൗലോസിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ശരീരത്തിൽ നിന്നും മാറാതെ നിൽക്കുന്ന ഒരു ശൂലം, ആ ശൂലം മാറുവാൻ അല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ രോഗത്തെ മാറുവാൻ പ്രാർത്ഥിച്ചിട്ടും മാറിയില്ല. ദൈവം തൻ്റെ പ്രാർത്ഥനയ്ക്ക് കൊടുത്ത മറുപടി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നമ്മൾ അനുഭവിക്കുന്ന ബലഹീനതകളിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവം നമ്മളോട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ ബലഹീനത നമ്മുടെ ശുശ്രൂഷയ്ക്കൊരു മുതൽക്കൂട്ടായി തീരട്ടെ. ഈ ബലഹീനത താൻ ശരീരത്തിൽ അനുഭവിച്ചപ്പോഴും 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുകയും ദർശനങ്ങളും വെളിപ്പാടും പ്രാപിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. ഇന്ന് പലരും തങ്ങളുടെ ശാരീരിക ബലഹീനതകൾ സാമ്പത്തിക മെച്ചത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പൗലോസ് തൻ്റെ ബലഹീനത ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി, അത് ലാഭത്തിനായി പ്രയോജനപ്പെടുത്തുകയും മാത്രമല്ല 14 ലേഖനങ്ങൾ തൻ്റെ ഈ ബലഹീന ശരീരത്തിൽ കൂടെ ദൈവത്തിൻ്റെ പത്രമായി പുറത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട മനുഷ്യൻ പൗലോസ്. താൻ പറയുന്നു, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. അനേക മിഷണറി പ്രവർത്തനങ്ങൾ നടത്തി അനേകരെ വിശ്വാസത്തിൽ ദൈവസഭയോട് ചേർത്ത് പിടിക്കുവാൻ ഈ ബലഹീനനായ മനുഷ്യനെ ദൈവം കൃപയാൽ നിറച്ചുവെങ്കിൽ നമ്മെയും ദൈവം ഈ കാലഘട്ടങ്ങളിൽ ശക്തമായി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരേ സമയം ബലഹീനനും അപ്പോൾ തന്നെ ശക്തനുമായി തീർന്ന പൗലോസ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഗോഡ് ബ്ലെസ് യു.